ഇപ്പോൾ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ആംഗിളിലാണ് ഞങ്ങൾ നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ മുൻപിൽ വെച്ചത്. അതിൽ ഒന്നാമതായി ഏറ്റവും ഇമ്മീഡിയറ്റ്ലി ഈ വിദ്യാർത്ഥികൾക്ക് സീറ്റ് അനുവദിക്കാൻ അതിനുവേണ്ടി അധിക ബാച്ചുകൾ ഞങ്ങളത് സർക്കാരിന്റെ മുൻപിൽ പറഞ്ഞു. ഇവിടെ മാർജിനൽ ഇൻക്രീസ് എന്ന എല്ലാ വർഷവും നടക്കുന്ന സ്ഥിരം നാടകം ഈ വർഷം ആവർത്തിക്കപ്പെടാൻ പാടില്ല. മറിച്ച് ഇവിടെ അധിക ബാച്ചുകൾ എന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം. അതും സർക്കാർ മേഖലയിൽ ഈ ബാച്ചുകൾ അനുവദിക്കപ്പെടണമെന്ന ഞങ്ങൾ സർക്കാരിന്റെ മുൻപിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് സർക്കാർ പരിഗണിക്കാം എന്നൊരു ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെടാൻ ഏതെല്ലാം മേഖലകളിലാണ് അധിക ബാച്ചുകൾ വേണ്ടത് എന്ന് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 അംഗ സമിതിയെ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അക്കാദമിക്സും മലപ്പുറം RDD ഉൾപ്പെടെയുള്ള ഒരു 2 അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചു. ഈ ജൂലൈ മാസം 5-ാം തീയതി റിപ്പോർട്ട് സമർപ്പിച്ച് എവിടെയെല്ലാമാണ് അധിക ബാച്ചുകൾ അനുവദിക്കപ്പെടേണ്ടത് എന്ന് നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അധിക ബാച്ചുകൾ അംഗീകരിക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഞങ്ങൾ പെർമനന്റ്ലി ഈ വിഷയം പരിഹരിക്കണം. നമുക്കറിയാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഇതിന്റെ ഏകജാലക പ്രക്രിയയിൽ ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അത് താലൂക്ക് അടിസ്ഥാനം ഒരു യൂണിറ്റ് ആക്കി പരിഗണിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന ഞങ്ങളുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒപ്പം ഈ വിഷയങ്ങളെല്ലാം ജൂലൈ 5-നകം ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കി ഞങ്ങൾ ഒരു നിർദ്ദേശം കൂടി സർക്കാരിന്റെ മുൻപിൽ വെച്ചത് ഓപ്പൺ സ്കൂൾ അഡ്മിഷനുകൾ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമേ അതിന്റെ പ്രക്രിയ പൂർത്തിയാക്കാവുള്ളൂ. അല്ല എങ്കിൽ കൂടുതൽ +1 സീറ്റ് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിൽ സീറ്റുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സീറ്റില്ല എന്ന് കരുതിക്കൊണ്ട് അവർ ഓപ്പൺ സ്കൂളിംഗ് സംവിധാനത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം മാത്രമേ അത് പൂർത്തീകരിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ വിഷയത്തിൽ സർക്കാർ തന്നിരിക്കുന്ന ഉറപ്പിനെ ഞങ്ങൾ മുകളിലേക്ക് എടുക്കുന്നു. കാരണം ഞങ്ങളുടെ മുൻപിലുള്ള പ്രൈം കൺസേൺ ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഞങ്ങളുടെ അജണ്ടകളെല്ലാം മറിച്ച് നിലവിൽ തെരുവിലിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 അഡ്മിഷൻ ലഭിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രൈം കൺസേൺ. അത് സർക്കാർ അംഗീകരിക്കും. കാരണം ആ വിദ്യാർത്ഥികൾ ഇന്നലെ ക്ലാസ് ആരംഭിക്കുമ്പോൾ കുറേ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികളുടെ വിഷയം ഏറ്റവും ഇമ്മീഡിയറ്റ്ലി അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. ഒപ്പം ഒരു നിർദ്ദേശം കൂടി വന്നിരിക്കുന്നത് ഈ ക്ലാസ് മിസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകിയിട്ട് ആ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രം സർക്കാരിന്റെ മുൻപിൽ പറയുന്നു, +1 സീറ്റിന്റെ വിഷയം ഈ വർഷം കൊണ്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം എന്നൊരു നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് MSFന്റെ പ്രതിനിധി, MSFന്റെ സംസ്ഥാന ട്രഷറർ ഇവിടെയുണ്ട്. കേരള കോൺഗ്രസ് ജോസഫിന്റെ പ്രതിനിധി ജോൺസ് ഉണ്ട്. ഞങ്ങൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പാർട്ടി ലീഡർഷിപ്പ് UDF ലീഡർഷിപ്പുമായിട്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾ അവരുടെയും കൂടി ഒരു തീരുമാനമെടുത്തതിന് ശേഷം ഇപ്പോൾ ഈ ഞങ്ങൾ നടത്തിയ ചർച്ചയുടെ മിനിറ്റ്സ് പുറത്ത് വന്നിട്ടില്ല. മിനിറ്റ്സ് വന്നതിന് ശേഷം മാത്രമേ ചിലപ്പോൾ അതിലൊരു ഫൈനലായിട്ടുള്ള തീരുമാനം അറിയിക്കാമെന്നാണ് ഞങ്ങൾ പൊതുവായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം.